ഈ തീരുമാനം അറിയിച്ചതിന് ശേഷവും ഞങ്ങൾ വൈകില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. വെറും 4 മാസമേ ആയിട്ടുള്ളൂ എന്ന കാര്യം അവർ പ്രചരിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ലീഗ് വീട് നിർമ്മിക്കുന്ന കാര്യം നേരത്തെ തന്നെ അവർ ഭൂമി വാങ്ങി പണി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടക്കേണ്ടുന്ന കോൺഗ്രസിൻ്റെ വീട് പണി യഥാർത്ഥത്തിൽ എവിടെയും തുടങ്ങിയിട്ടുമില്ല. 3 ഏക്കർ സ്ഥലം 3.5 ഏക്കർ സ്ഥലമാണ് അവർ കണ്ടുപിടിച്ചത്. അത് റോഡും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ എത്ര വീടുണ്ടാക്കാൻ പറ്റുക? 100 വീടുണ്ടാക്കണമല്ലോ. എത്രയാ പണം കിട്ടിയിട്ടുള്ളത് എന്നതിനെ പറ്റി പറയുന്നുമില്ല. അതാണ് ഒന്നാമത്തെ കളവ്. ഇനി രണ്ടാമത്തത്, കോൺഗ്രസിൻ്റെ 100 വീട് വാഗ്ദാനം തന്നെ യഥാർത്ഥത്തിൽ കളവാണെന്ന് വ്യക്തമായി. കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ 100, കോൺഗ്രസിൻ്റെ 100, യൂത്ത് കോൺഗ്രസിൻ്റെ 30, അങ്ങനെ 230 വീടാണ് പ്രഖ്യാപിച്ചത്. അതിപ്പോൾ അവർ പറയുന്നത് 100 വീടാക്കി ചുരുങ്ങി എന്നുള്ളതാണ്. അതെങ്ങനെ 100 വീടായി ചുരുങ്ങുക? 230 വീട് വേണമല്ലോ. രാഹുൽ ഗാന്ധിയുടെ 100 വേണം, കോൺഗ്രസിൻ്റെ 100, അതും കോൺഗ്രസിൻ്റെ തന്നെ 100 കോൺഗ്രസിൻ്റെ വേണം, 30 യൂത്ത് കോൺഗ്രസിൻ്റെയും വേണം. അതിപ്പോൾ 100 ചുരുക്കി എന്ന് ഇപ്പോൾ പറയുകയാണ്. അതും ശരിയായ രീതിയിൽ ആദ്യം പറഞ്ഞിരുന്നത് വ്യത്യസ്തമായ ഒരു പുതിയ കളവാണ്. മൂന്നാമത്തത്, ലീഗിൻ്റെ വീടുകൾ പൂർത്തിയാകുകയാണ്. ഉടൻ തന്നെ കോൺഗ്രസിൻ്റെ വീടുകളും പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ വീട് എങ്ങനെയാണ് പൂർത്തിയാക്കുക? കോൺഗ്രസിന് തറക്കല്ലിട്ടില്ല, പിന്നെ വീട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യമുള്ളത്? അപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളവും പറയുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇനി ഒരു സ്ഥലം നോക്കുന്നുണ്ട് എന്നാണ്. നോക്കേ, ഇത്രയും കാലമായിട്ട് 1.5 കൊല്ലമായി എന്നിട്ടാണ് നോക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കളവുകളാണ് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടുകൾ ഉടൻ പൂർത്തിയാവുമെന്നാണ് അവരിപ്പോൾ പറയുന്നത്. അതൊന്നും സത്യമല്ല, കളവാണ് എന്നുള്ളത് സത്യമാണ്. ഈ നാലാമത്തത്, കർണാടക സർക്കാർ 100 വീട് പൈസ തന്നല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെതാണ് എന്ന് വരുത്താനായി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കർണാടക ഗവൺമെൻറ് തരുന്നത് കോൺഗ്രസിൻ്റെ വീടാകുക? ഇപ്പോൾ കേരള ഗവൺമെൻറ് കൊടുക്കുന്നത് CPM-ൻ്റെ വീടാണോ? ഇവിടെ ദുരന്തമുണ്ടായിരുന്ന പല സന്ദർഭങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്കും തന്നിട്ടുണ്ട്, നമ്മൾ വിവിധ സംസ്ഥാനങ്ങൾക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിലാണോ ഉൾപ്പെടുത്താൻ സാധിക്കുക? അപ്പോൾ തെറ്റായ പ്രചാരവേല നടത്തുകയാണ്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒഡീഷയ്ക്ക് 10 കോടി കൊടുത്തു, ഹിമാചലിന് 7 കോടി കൊടുത്തു, കേരളം തന്നെ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് കൊടുങ്കാറ്റുണ്ടായപ്പോൾ 18 കോടിയിലേറെ നമ്മൾ സമാഹരിച്ച് നൽകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആന്ധ്ര സർക്കാർ 10 കോടി നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് 5 കോടി നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ കണക്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് തന്ന അവർ പറഞ്ഞ സംഖ്യ അനുസരിച്ച് അത് അവർ മുഴുവൻ തന്നു കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ഇപ്പോൾ കണക്കിൻ്റെ ഭാഗമായിട്ട് അറിയാം. അവർ തരുമെന്ന് പറഞ്ഞത് 20 കോടിയാണ്, 10 കോടിയാണ് കിട്ടിയത്. അല്ല, 10 കോടി കിട്ടിയത് കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ 10 കോടി കോൺഗ്രസിൻ്റെ 10 കോടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അത് കർണാടക ഗവൺമെൻറ്റിൻ്റെ 10 കോടിയാണ്. കേരളവും മറ്റ് സംസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ അക്കൗണ്ടിൽ പറയുന്നത് ശരിയല്ല, അത് കളവാണ്. പിന്നെ അഞ്ചാമത്തത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകിയവരാണ് ഞങ്ങളെല്ലാം എന്ന് അവർ പറയുണ്ടായി. ആരോടായി പറയുന്നത്? MLA-മാർ, അതുപോലെ തന്നെ MP-മാർ, സർവീസിലുള്ള ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരോടെല്ലാം പറഞ്ഞിട്ട് അവരൊന്നും കൊടുത്തിട്ടില്ല. ആകെ നമ്മൾ MLA-മാർ കൊടുത്തു എന്ന് പറയാൻ സാധിക്കുന്നത് പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല, കൽപ്പറ്റ MLA കൊടുത്തു. എല്ലാ കോൺഗ്രസ് MLA-മാരും MP-മാരും കൊടുത്തോ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. 2-3 ആൾ കൊടുത്തു, എന്നിട്ട് ബാക്കിയുള്ളവരൊന്നും കൊടുത്തില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങൾ കൊടുത്തു എന്നുള്ള കാര്യം പറയുകയാണ്. അന്നത്തെ വയനാട് MP ചില്ലി കാശ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. രമേശ് ചെന്നിത്തല ശമ്പളം നൽകിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് അന്നത്തെ KPCC അധ്യക്ഷൻ K. സുധാകരനാണ്. ഞങ്ങൾ നേരിട്ട് പിരിച്ചെടുക്കും, പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് അന്ന് KPCC പ്രസിഡന്റ് ചോദിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ വലിയൊരു ദുരന്തമുണ്ടായിട്ട് ജീവനക്കാരോടും അതുപോലെ തന്നെ അധ്യാപകരോടും ഒപ്പം MLA-മാരും MP-മാരും എല്ലാം ഇതിനു വേണ്ടി വരുന്ന ഒരു ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നൽകണമെന്ന് പറഞ്ഞപ്പോൾ
അന്നത്തെയും ഇവിടെയുള്ള MP ഉൾപ്പെടെ കൊടുത്തിട്ടില്ല. 3 ആളാണ് ആകെ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവരൊന്നും കൊടുത്തത് തെറ്റായിപ്പോയി എന്നാണ് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് സ്ഥിതി.